നല്ലവനായ സ്വർഗ്ഗപിതാവെ, പകൽ നിലയ്ക്കായി നന്ദി പറഞ്ഞു. പിതാവെ, ഒരിക്കൽ കൂടി പിതാവെ നിന്റെ സന്നിധിയിൽ വിളിപ്പാൻ, നിന്നെ സഹായിപ്പാൻ തൊക്കണം ഞങ്ങൾ വിളിക്കണം കർത്താവെ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയങ്ങളെ പിതാവെ താഴ്ന്നിരിക്കുമ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ വിരുദ്ധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥന. അനേകർ പിതാവെ ഇന്ന് പലവിധമായ പാവത്തിൽ കിടക്കുവാണല്ലോ കർത്താവെ. അതിനുപരിയായിട്ട് നിന്നെ വിളിച്ച് പിതാവെ നിന്നിൽ സന്നിധിയിലായിപ്പാൻ തൊക്കണം ഞങ്ങൾക്ക് കൃപനായി നിന്നെ നന്ദി പറയുന്ന കർത്താവ്. ഒരിക്കൽ കൂടി പിതാവെ നിന്റെ സന്നിധിയിൽ വരുവാൻ തൊക്കണം കൃപ എന്ന കൃപയ്ക്കായി നന്ദി പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. യെശയ്യാ 41:10 മുതൽ 11 വരെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നേരം നമ്മൾ തമ്പുരാൻ്റെ ഇരിക്കപ്പെടും. ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ആരാ നമ്മുടെ കൂടെ ഉള്ളത്? ദൈവം തമ്പുരാനാണ്. നമ്മൾ ഭയപ്പെടേണ്ടെന്ന്. നമുക്ക് എപ്പോഴും ഭയമാണ്. ഏത് സമയം എന്ത് നോക്കിയാലും ഭയമാണ്. നമ്മൾ എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും ഭയമാണ്. അന്നേരം തമ്പുരാൻ പറയുന്നത് അതാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സംഭവിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന് രുചിച്ചറിയണം. നമ്മളെപ്പോഴും രുചിച്ചറിയാം. ഇന്ന് പലപ്പോഴും പലരും ഓടുക. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു. അച്ഛാ പൈസ അല്ല, ഒരാളെനിക്ക് ചോദിച്ചു. ഒരു 2000 രൂപ, കോടീശ്വരന് 2000 രൂപ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നിനക്ക് പെൻഷൻ ഇല്ല, അതുകൊണ്ട് മാത്രം ജീവിച്ചാൽ മതിയെന്ന്. അവൻ 800 രൂപയുടെ മീനാണ് മേടിക്കുന്നത് 1 കിലോ. ഈ 2000 രൂപ കൊണ്ട് ഒരു കുടുംബം പോകണമെങ്കിൽ 2000 കൊണ്ട് എങ്ങനെ മനുഷ്യൻ ജീവിക്കും? ഇന്ന് മനുഷ്യൻ നമ്മൾ പറയാറുണ്ട്, മക്കൾ നിന്റെ മോനെ എവിടെ? ഞാൻ പിടിച്ചാ ഗവൺമെൻറ് സ്കൂളിലാണ് വിടുന്നത്. നിന്റെ മോനെ അവൻ പോയി പമ്മി പോയി ഒന്നും ആരും കാണാൻ അവൻ ഏറ്റവും മുന്തിയ സ്കൂളിൽ വിടും. അന്നേരം നമ്മൾ ദൈവത്തെ വിളിക്കുകയും ചെയ്യും. മറ്റുള്ളവർ നന്നാവുന്ന കാര്യത്തിൽ നമ്മൾ വളരെ ദുഃഖിതരാണ്. അതാ തമ്പുരാൻ പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തെ അതിന് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഏത് സമയം നമുക്ക് ഭയം തരുന്ന ആരാ? സാത്താൻ. നമ്മളെപ്പോഴും സാത്താനെ വിളിച്ചുകൊണ്ട് സാത്താൻ്റെ കൂടെ ഇപ്പം മനുഷ്യൻ പകുതി കൂടുതൽ നടക്കുന്നത്. സാത്താൻ്റെ കൂടെ കിടന്നുറങ്ങുന്നത്. ദൈവം തമ്പുരാനുണ്ട്. തമ്പുരാൻ അതാ പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവമെന്ന്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ദൈവം നമ്മളെ ശക്തിപ്പെടാൻ തയ്യാറാണ്. മോനെ മക്കളെ വാ, നീ എൻ്റെ കൂടെ നിൽക്കുക. ഉണ്ടോ? ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോൾ അമ്പലത്തിൽ പോയാൽ നമുക്ക് അത് കിട്ടും കേട്ടോ. ഇല്ല പള്ളിയിൽ പോയാൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടുമെന്ന് പറയാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് നമ്മൾ എപ്പോഴായിരിക്കണം? ദൈവം തമ്പുരാൻ സന്നിധിയിലായിരിക്കണം എപ്പോഴാണ്? ഇത് മുന്നുറുങ്ങിയ ഹൃദയത്തോട് തമ്പുരാനെ വിളിക്കണം. തമ്പുരാൻ പറഞ്ഞു, ദൈവമില്ലെന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ദൈവമില്ലാതെ എന്തെങ്കിലും നമുക്ക് ഈ മേപ്പോട്ടിടുന്ന ശ്വാസം താഴോട്ട് വന്നെങ്കിൽ പിന്നെ നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മൾ കിടന്ന് വിളിച്ചു പോകും നമുക്ക്. അതാണ് തമ്പുരാൻ പറയുന്നത്, ഞാനാണ് നിന്നെ ദൈവം ഒന്ന് രുചിച്ചറിയണം. നമ്മളെപ്പോഴും രുചിച്ചറിയാറുണ്ടോ? ഉഴുന്നുകൂടെ കണ്ണാടി അലമാരിക്കാതിരുന്നു അതിന് തുളയുണ്ടെന്ന് പറഞ്ഞിട്ട് കഥയുണ്ടോ? അത് നമ്മുടെ കൈ വന്ന് ചവച്ചരച്ച് തിന്നുമ്പോഴാണ് ഉഴുന്നുകൂടെ കുറിച്ച് അറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ട് ദൈവം തമ്പുരാനെ രുചിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് കൂടെ ഇരിക്കണം. സകലമാണ്, പ്രശ്നമാണ്, പ്രയാസമൊക്കെ ഉണ്ട് ദൈവത്തെ അറിയുമ്പോൾ. പക്ഷേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നമ്മൾ നമ്മുടേതാക്കി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടത്തിൻ്റെ അപ്പം തിന്നെന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിച്ചെന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം, ഇതാണ് വഴി, ഇതിലേക്കൂടെ പോകാൻ. നമ്മൾ ആ വഴി പോകാറുണ്ടോ? എളുപ്പമുള്ള വഴിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. വിശാലമായ വഴിയിലാണ് കയറുന്നത്. വിശാലമായ വഴി എന്തോ? നാശത്തിൻ്റെ വഴിയാണ്. അത് നമ്മൾ ഓടി തിരഞ്ഞെടുക്കും. ഇടുങ്ങിയ വഴിയോ തമ്പുരാൻ്റെ സന്നിധിയിലെത്തുന്ന അത് ആരെങ്കിലും എടുക്കാറുണ്ടോ? എപ്പോഴും നമ്മൾ ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ഈ വിശാലമായ വഴി 1 മണിക്കൂർ കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് പാപത്തിൻ്റെ വഴിയാണ്, അല്ലയോ? 1 കോടി രൂപ നമ്മൾ നോക്കും. ഒറ്റ 1 മണിക്കൂർ 1 കോടി രൂപ എങ്ങനെ നിർത്താൻ പറ്റും? അത് നമ്മൾ നോക്കും. എങ്ങനെ വഴിയെന്ന് പറഞ്ഞാൽ അവനെ ആരെ കൊന്നാലും വേണ്ട പൈസ. പക്ഷേ പൈസ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സമാധാനമില്ല, സന്തോഷമില്ല. എവിടെങ്കിലും സമാധാനം. ദൈവത്തെ അറിയാതെ ആരും ഏത് വീട്ടിൽ സമാധാനം ഉണ്ടോ? ഒന്ന് പറ. അത് താൽക്കാലികമേ ഉള്ളൂ. അവനെ നോക്കിയിട്ട് ജീവിച്ചിട്ട് കഥയില്ല. ദൈവത്തെ അറിയുന്ന മക്കൾക്ക് സകലമുണ്ട്. പക്ഷേ അവൻ മാറോട് ചേർക്കണം. അതാണ് അമ്പലം പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സംഭ്രമിക്കണം, ഞാനാണ് നിന്റെ ദൈവം എന്ന് രുചിച്ചറിയുമ്പോഴാണ് ദൈവം തമ്മിലെ മകനെ മകളെ എന്ന് വിളിച്ച് ആലിംഗനം ചെയ്യുന്നത്. ദൈവത്തോട് പത്രോസും പൗലോസും അന്ത്രോസും ഒക്കെ ഉണ്ടായിരുന്ന സകലം പ്രശ്നമേ ഉള്ളായിരുന്നു. അവർ വിട്ടുപോയോ? അവർ പോയി, മീനെ പിടിക്കാനൊക്കെ പോയി. പക്ഷേ ദൈവം തമ്മിലാൻ ആജ്ഞാപിക്കാതെ അവന് മീൻ കിട്ടിയിട്ടില്ല. ഊപ്പ പോലും കിട്ടാതെ തിരിച്ചു പോയി. അതാണോ നമ്മുടെ ജീവിതം? ഇന്ന് പലരും പൈസ വേണം, പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് കണ്ണു തുറക്കുമ്പോൾ 1 കോടി രൂപ നമ്മുടെ ആ 1 കോടി രൂപ നിന്റെ അരിക്ക വരുമ്പോൾ നിനക്ക് സമാധാനമില്ല എങ്കിൽ ആ 1 കോടി കൊണ്ട് എന്തോ പ്രയോജനമുള്ളൂ? പറ. നമുക്ക് പൈസ ഇഷ്ടം പോലുണ്ട്, ഓരോരുത്തർക്ക് പൈസ ഉണ്ട്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നീ ഭാഗ്യവാൻ എന്ന് പറയുന്നത് രാത്രി കയറി കിടന്ന് ഉറക്കം വരുന്നവനാണ് ഭാഗ്യവാൻ. അല്ലാതെ 1 കോടി രൂപ അവിടെ കിട്ടിയിട്ട് എന്തോ കഥ? അവനെന്നും ലോകം, എന്നും ഹോസ്പിറ്റൽ, എന്നും പോലീസ് സ്റ്റേഷനാണെങ്കിൽ 1 കോടി കിട്ടിയോണ്ട് കഥയുണ്ട്.
പിന്നെ എല്ലാവർക്കും പറയാം അവൻ വലിയ ആളാണ്. വലിയ ആളാരാ? ദൈവമാണ്. ദൈവം അല്ലാതെ വേറെ ഒരു വലിയ ദൈവം ഇല്ല. അത് വലിയ ആളുമില്ല. പദമനുസരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. എപ്പോഴാ? തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവനാണ് കേട്ടോ. അവൻ എല്ലാത്തിനും ഉണ്ട് കൂടെ. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നിമിഷം എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടാതെ ദൈവത്തിൻ്റെ സ്നേഹം മാത്രം മേടിച്ചെടുക്കുവാൻ ഈ സമയത്ത് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുക. നിങ്ങളത് ചെയ്യും. ഓക്കെ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നിന്നെ നന്ദി പറയുന്നു കർത്താവേ. ഈ നിമിഷം നീ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എത്രയോ മരണം വഴിയായി കടന്നു പോകുമ്പോൾ കർത്താവേ, ഒരു നേരത്തെ ആഹാരമില്ല, വസ്ത്രമില്ലാതെ കീറിപ്പറഞ്ഞ വസ്ത്രമായി കിടക്കുമ്പോൾ കർത്താവേ, ക്യാൻസർ രോഗികളായി പിതാവേ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്ന മക്കളുണ്ടല്ലോ കർത്താവേ, ഒരു നേരത്തെ ആഹാരമില്ല, വസ്ത്രമില്ല, ദൈവമേ പട്ടിണി കിടക്കുന്നവർ പിതാവെ, ജപ്തി നോട്ടീസ് കിടക്കുന്നവർ പിതാവേ, ഞങ്ങൾക്ക് അതിനുപരിയായിട്ട് ആഹാരം തന്ന, വസ്ത്രം തന്ന, തീറ്റിപ്പോറ്റി കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പം ഓരോ നിമിഷവും നിന്റെ കലങ്ങളിലേക്ക് തരുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ ഇതിലും ഈ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കലങ്ങളിൽ തരുന്ന കർത്താവെ, നീ ഇടപെടനെ സംസാരിക്കുന്ന ഞങ്ങളുടെ പ്രസംഗങ്ങളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവെ, അതെല്ലാം അപ്പൻ്റെ പേരിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. ഇന്ന് വിവാഹപ്രായത്തെ യുവാക്കളുണ്ടല്ലോ കർത്താവ്, കഞ്ചാവിനും മയക്കുമരുന്നുകളിൽ നിന്ന് കഞ്ചാവ്, കേരളം കഞ്ചാവാന്ന് പറയുന്നവർ കർത്താവെ, ദൈവത്തിന്റെ വചനങ്ങളായവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നീ അനുഗ്രഹിക്കണം, പരിശുദ്ധാത്മാവിന് നിറവ് നൽകണം. യേശു നാമത്തിൽ തന്നെ ആമേൻ.